ഹായ് ഫ്രണ്ട്സ്, ട്രിവാൻഡ്രത്ത് ഒരു 4 BHK വീട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ 2 ബെഡ്റൂം നമുക്ക് താഴെ, 2 ബെഡ്റൂം നമുക്ക് മുകളിൽ വരുന്ന ഒരു 4 BHK ഉള്ള ഒരു വീടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് മച്ചയിലാണ് ഈ ഒരു വീട് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം ട്രാവൽ ചെയ്ത് നമുക്ക് മച്ചയിൽ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഒരു 250 മീറ്ററാണ് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 14 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ വീടിൻ്റെ ഇവിടെ എത്താൻ പറ്റും. അത് ചുറ്റുപാടും തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് വേറെയും ധാരാളം വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. 250 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പോകാം. നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ സ്ലൈഡിങ് ആൻഡ് ഫോൾഡിങ് ആയിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ തറയിൽ ഫുൾ ഇൻ്റർലോക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കാർ നിങ്ങൾക്ക് സുഖമായിട്ട് ഇടാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് കിണറും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സിറ്റ് ഔട്ട് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ 10x4 ഡയമെൻഷനുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ ഫ്രണ്ട് പോർഷനിലുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് ഡോർ നോക്കാം. അപ്പോൾ നമുക്ക് പ്ലാവിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോർ വരാനായിട്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കയറി കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 18x16 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു വീടിന് നമുക്ക് ടേലെല്ലാം നമുക്ക് ഈ കാണുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക്, പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിങ്, സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് സീലിംഗ് വർക്ക് ഓൾമോസ്റ്റ് എല്ലായിടത്തും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെയാണ് വലിയ TV യൂണിറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഡൈനിങ് ഏരിയ 18x16 ഡയമെൻഷനിലാണ് നമുക്ക് ഈ കാണുന്ന ഡൈനിങ് ഏരിയ വരുന്നത്. അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മിററും ബാക്കി എല്ലാ സംഭവം ഈ ഭാഗത്ത് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയയും നമുക്ക് ഡൈനിങ് ഏരിയയും വരുന്നത്. തൊട്ട് ഇപ്പുറത്തായിട്ട് നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് 16x10 ഡയമെൻഷനിലുള്ളതാണ്. ഇവിടെയും സീലിംഗ് വർക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽസ് ആൻഡ് ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡ് ചെയ്തിട്ടുള്ള ഒരു മോഡുലർ കിച്ചണാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പ് ഇടുന്ന ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിങ്ക് ഇവിടെ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഇലക്ട്രിക് ചിമ്മിനി ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് കയറി വരുന്ന ഈ ഭാഗത്തും ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്ത്, 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഭാഗത്തെ ബെഡ്റൂം നോക്കാം. ഈ ഒരു ബെഡ്റൂം 16x10 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ ഉള്ളിലുള്ള ഡിസൈൻ എല്ലാം വരുന്നത്. മുകളിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഈ ഭാഗത്ത് ഒരു വലിയൊരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് മൾട്ടിവുഡ് ചെയ്തിട്ടുള്ളതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. പിന്നെ ഈ ഭാഗത്ത് ഒരു മിററും ഇങ്ങനെ ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. അടുത്തറിയിൽ ഗ്രിപ്പ് ഇടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിന് കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഭാഗത്താണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലാണ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സീലിംഗ് വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അപ്പോൾ വാർഡ്രോബ് ഈ ഭാഗത്താണ് വാർഡ്രോബ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം PVC ഡോറിനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിലും കണ്ടോ ക്ലിപ്പിംഗ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ലൈറ്റിംഗ്, മിറർ, ബാക്കി എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, സാറയുടെ പ്രോഡക്റ്റാണ് കൂടുതലും ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. നമുക്ക് കയറി പോകുന്നത് ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ കയറി പോകുന്ന സൈഡിൽ നമുക്ക് ഹാൻഡിൽസ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വുഡ് ആൻഡ് സ്റ്റീൽ കോമ്പോയിലാണ് നമുക്കിവിടെ ഹാൻഡിൽസ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിലുണ്ട് നമുക്ക് അവിടെ നിന്ന് ലൈറ്റിങ് വീടിൻ്റെ ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും മുകളിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷം കൂടെ കാണാം. മുകളിൽ 2 ബെഡ്റൂം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് ഇവിടെ ഒരു ലിവിങ് ഏരിയയാണ്. ഈ മുകളിലുള്ള ലിവിങ് ഏരിയ 20x18 ഡയമെൻഷനിൽ ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളതുണ്ടോ. ഇവിടെ ഒരു TV യൂണിറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഉണ്ടോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 20x18 ഈ കാണുന്ന ഹോളിൻ്റെ വലിപ്പം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 2 ബെഡ്റൂമാണ് കാണേണ്ടത്. ഒരു ബെഡ്റൂം നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 14x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂമാണ്. മുകളിൽ സീലിംഗ് വർക്കൊക്കെ ഈ കാണുന്ന ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെയും വാർഡ്രോബ് നമ്മൾ താഴെ കണ്ട ഒരു മാർബിളിൻ്റെ പാറ്റേണുള്ള ഒരു വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് നോക്കാം. PVC ഡോർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക്
ഗ്രിപ്പിംഗ് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഇവിടെയും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. നമുക്ക് ഈ ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സെയിം നമ്മൾ അപ്പുറത്ത് കണ്ട അതേ ഒരു ഡയമെൻഷനിലുള്ളതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 14x12 തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം വരുന്നത്. മുകളിൽ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വാർഡ്രോബ് ഈ ഭാഗത്ത് നമ്മൾ താഴെ കണ്ട ഒരു പാറ്റേണിലുള്ള തന്നെ ഒരു വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്കത് ഇവിടെയും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മിറർ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രിപ്പിംഗ് ടൈൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് മിററും സിങ്ക് എല്ലാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ബാൽക്കണിയും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബാൽക്കണി വരുന്നത് നമുക്ക് 14x12 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിന് സ്പോൾ ലൈറ്റൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട് ഈ ഒരു തൂണിൽ ഫുള്ളും തന്നെ ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. ചുറ്റുപാട് തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് വേറെയും ധാരാളം വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഈ ഒരു ബാൽക്കണി ഫുള്ള് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിന് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൈഡിലായിട്ട് ഒരു കവേർഡ് ബാൽക്കണി ഈ ഭാഗത്ത് വരുന്നുണ്ട്. കണ്ടോ, ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ബാൽക്കണി പോർഷൻ നമുക്ക് ഈ ഭാഗത്തും വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയുള്ള സ്പോട്ടൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 76 ലക്ഷമാണ്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പം ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ വീട് നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോം ലോണാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഹോം ലോണും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ട്രിവാൻഡ്രത്ത് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതേപോലെ വീടിൻ്റെയൊക്കെ വിശേഷം അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ കടന്നു വരാം. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വീഡിയോ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.